Hello my dear students, welcome to Learner's World. In this video, I talk about the feminist novelists from a literature of their own, written by Ellen Showalter, Part 8. Two sisters, Rebecca and Baby Bertie, are the central characters of the book. അപ്പോൾ ഫ്രം മാൻ ടു മാൻ എന്നുള്ള ബുക്കിലെ സഹോദരിമാരായ റബേക്കയും ബേബി ബേർട്ടിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ബേർട്ടി ഈസ് സെഡ്യൂസ്ഡ് ബൈ ഹെർ ട്യൂട്ടർ ആൻഡ് സബ്സിക്വൻ്റ്ലി ഫോഴ്സ്ഡ് ബൈ ഗോസിപ്പ് ആൻഡ് മാലിസ് ടു ലീവ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഗോ ടു ഇംഗ്ലണ്ട്. അപ്പോൾ ബേബി ബേർട്ടിയെ അവളുടെ അധ്യാപകൻ ലൈംഗിക ചൂഷണം ചെയ്യുകയും അതുപോലെ തുടർന്നുണ്ടായ നുണകളും കുപ്രചാരണങ്ങളും മൂലം അവൾക്ക് സൗത്ത് ആഫ്രിക്ക വിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ദെൻ ഷീ സിങ്സ് ഇൻ ടു ലൈഫ് ഓഫ് സിൻ. അവിടെ അവൾ പങ്കിലമായ ഒരു ജീവിതത്തിലേക്ക് കോപ്പ് കുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. Rebecca marries and has children but becomes increasingly dependent and frustrated. റബേക്ക എന്ത് ചെയ്യുന്നുണ്ട്? കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്, അതിൽ അവൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവൾ ക്രമേണ ഒരു ആശ്രിതയും അതുപോലെ നിരാശ പൂണ്ടവളുമായി തീരുന്നുണ്ട് എന്നുള്ളത് പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത് എന്നാണ് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ഷീ ഡിസ്കവേഴ്സ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഈസ് അൺഫെയ്ത്ത്ഫുൾ ആൻഡ് സെപ്പറേറ്റ്സ് ഫ്രം ഹിം, റൈസിംഗ് ഹിസ് ഇല്ലെജിറ്റിമേറ്റ് മുലാറ്റോ, എ പേഴ്സൺ ഹൂസ് ഫാദർ ഈസ് ബ്ലാക്ക് ആൻഡ് മദർ ഈസ് വൈറ്റ്, ഓർ ദ അതർ വേ റൗണ്ട് ചൈൽഡ് വിത്ത് ഹെർ ഓൺ. അപ്പോൾ പിന്നീട് നമ്മൾ റബേക്കയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവളുടെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന്. അങ്ങനെ അവൾ തൻ്റെ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നുണ്ട്. അയാൾക്ക് നിയമപരമല്ലാതെ ഉണ്ടായൊരു മുലാത്തോ കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മുലാത്തോ എന്നാൽ പിതാവ് കറുത്തവനും മാതാവ് വെളുത്തവളും അല്ലെങ്കിൽ തിരിച്ചും ആയിരിക്കുന്ന കുട്ടിയാണ് മുലാത്തോ എന്ന് പറയുന്നത്. റബേക്ക എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ കുട്ടികളോടൊപ്പം ആ കുട്ടിയെയും അവൾ വളർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. In the outline for the book, Rebecca finally finds her sister in a Cape Town brothel and lovingly nurses her on her syphilis deathbed. അപ്പോൾ റബേക്ക പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ സഹോദരിയായിട്ടുള്ള ബേബി ബേർട്ടിയെ കേപ്പ് ടൗണിലുള്ള ഒരു വേശ്യാലയത്തിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. അവൾക്ക് സിഫിലിസ് പിടിപെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റബേക്ക അവളുടെ സിസ്റ്ററെ നല്ല സ്നേഹത്തോടെ അവൾ മരണക്കിടക്കയിൽ പരിചരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Both these characters represent aspects of Olive Schreiner's own personality. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും, അതായത് നമ്മുടെ റബേക്കയും അതുപോലെ ബേബി ബേർട്ടിയും ഒലീവ് ഷ്രൈനറുടെ സ്വന്തം പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഷ്രൈനർ ഹാസ് മെനി അഫിനിറ്റീസ് വിത്ത് വിർജീനിയ വൂൾഫ്. അപ്പോൾ നമ്മളുടെ ഷ്രൈനർക്ക് വിർജീനിയ വൂൾഫിൻ്റെ പല ഗുണങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ പ്രൈവറ്റ് റൂം ഈസ് ദ നോവൽസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡിസ്റ്റർബിങ് സിംബൽ. അതായത് ഈ നോവലിലെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു ശക്തിയേറിയ അടയാളം ഒരു പ്രൈവറ്റ് റൂമാണെന്നാണ് പറയുന്നത്. റബേക്ക മേക്സ് എ ലിറ്റിൽ സ്പേസ് ഫോർ ഹെർസെൽഫ് ഇൻ എ കോർണർ ഓഫ് ദ ചൈൽഡ്സ് റൂം. അപ്പോൾ നമ്മുടെ റബേക്ക അവളുടെ അവളുടെ കുഞ്ഞിൻ്റെ മുറിയുടെ ഒരു മൂലയിൽ റബേക്ക തനിക്കായി അല്പം സ്പേസ് നീക്കി വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ റൂം വാസ് എ സ്മോൾ വൺ മെയ്ഡ് ബൈ കട്ടിങ് ഓഫ് ദ എൻഡ് ഓഫ് ദ ചിൽഡ്രൻസ് ബെഡ്റൂം വിത്ത് എ പാർട്ടീഷൻ. അപ്പോൾ അവളുടെ കുട്ടിയുടെ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗം മറച്ചു വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ റൂമായിരുന്നു അതെന്നാണ് പറയുന്നത്. ഇറ്റ് ഹാഡ് എ സ്മോൾ വിൻഡോ ആൻഡ് ആൻ ഔട്ടർ ഡോർ. അതിന് ഒരു ചെറിയ ജനലും ഒരു വാതിലൊക്കെ അതിനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. Here she keeps her fossil collections, her science books including Darwin and a picture of the Madonna. Here she returns at night to sew and to meditate and to write snatches in a journal. അപ്പോൾ ഇവിടെ അവൾ തൻ്റെ ഫോസിൽ കളക്ഷൻസും അതുപോലെ ഡാർവിൻ ഉൾപ്പെടെയുള്ള സയൻസ് പുസ്തകങ്ങളും അതുപോലെ മാതാവിൻ്റെ ഒരു പടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
രാത്രിയാകുമ്പോൾ അവൾ അവിടെ വിശ്രമിക്കാനും തുന്നാനും ചിന്തിക്കാനും ജേണലുകളിലേക്കുള്ള മാറ്റർ തയ്യാറാക്കാനൊക്കെ ഈ മുറി അവൾ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. The room is also clearly and pathetically the embodiment of her femaleness. അപ്പോൾ ഈ ഒരു മുറി സ്ത്രീത്വത്തിൻ്റെ വളരെ വ്യക്തമായ ദയനീയമായ ഒരു രൂപമാണെന്നാണ് പറയുന്നത്. It is connected to the children and nature. കുട്ടികളും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു അത്. It was like a womb with a view. ചെറിയ ജനലുള്ള ഗർഭപാത്രം പോലെയായിരുന്നു ഈ റൂം എന്നാണ് പറയുന്നത്, ഈ ഒരു പ്രൈവറ്റ് റൂം. Rebecca makes her room as attractive as she can and forbids her husband from entering it. It is her refuge. അപ്പോൾ റബേക്ക അവളുടെ മുറി ഏറ്റവും ഭംഗിയായി നിലനിർത്താൻ പണിപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവളുടെ ഭർത്താവിനെ അതിലേക്ക് കടക്കുന്നതിൽ നിന്നും അവൾ വിലക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് അവളുടെ ഒരു ആശ്രയസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. In her fantasies, she imagines what it must be like to be one of a companies of men and women in a room together or sharing somewhat the same outlook of life. അപ്പോൾ അവളുടെ ഭാവനകളിൽ അവൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരേപോലെ ആശയമുള്ള ഒരു കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും ഒരു മുറിയിൽ ഒന്നിച്ചു കൂടിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ചിന്തിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. Although she works out a feminist philosophy, she cannot help wishing to be a man. അപ്പോൾ അവൾ സ്ത്രീ തത്വചിന്തകളാണ് വെച്ച് പുലർത്തുന്നതെങ്കിലും അവൾക്കൊരു പുരുഷനാകണമെന്നാണ് അവൾക്ക് ആഗ്രഹം എന്നാണ് പറയുന്നത്. How nice it would be to be a man. അതായത് ഒരു പുരുഷനാകുക എന്നുള്ളത് എത്ര നല്ല കാര്യമാണെന്നാണ് അവൾ പറയുന്നത്. She fancied she was one till she felt her very body grow hard and shaped like a man's. അപ്പോൾ അവളുടെ ശരീരം ഒരു പുരുഷനെ പോലെ ആകുകയും പുരുഷനെ പോലെ ശക്തിയും രൂപവും പ്രാപിക്കുന്നതായി അവൾ ഭാവനയിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. She felt the great freedom open to her, no place shut off from her, the long chain broken, all work possible for her, no law to say this and this is for women. You are women, oh, how beautiful to be a man and be able to take off and defend all the creatures weaker and smaller than you are. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളും അവൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്നാണ് അവൾ പറയുന്നത്, റബേക്ക പറയുന്നത്. ആരും അവളെ പുറത്ത് നിർത്തില്ല, അവളുടെ നീളമുള്ള ചങ്ങല പൊട്ടിപ്പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവൾക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റും, ഒരു നിയമവും ഒരു സ്ത്രീകൾക്കുള്ളതാണ് എന്ന് പറയില്ല എന്നാണ് പറയുന്നത്. നീ ഒരു പെണ്ണാണ് എന്നുള്ള വേർഡ്സ് ഒന്നും പറയില്ല. ഒരു പുരുഷനായിരിക്കുക എത്ര നല്ലൊരു കാര്യമാണ്, തന്നെക്കാളും ചെറിയതും ശക്തി കുറഞ്ഞതുമായ ജീവികളെ രക്ഷിച്ചുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ റബേക്ക പറയുന്നത്. For someone so keenly aware of female oppressions, her novels are depressing and claustrophobic. അപ്പോൾ സ്ത്രീകളുടെ ദുരവസ്ഥയെപ്പറ്റി ഇത്രമാത്രം അറിവുള്ള ഒരു വ്യക്തി എഴുതിയ നോവൽ എന്ന നിലക്ക് അത് വളരെ പ്രയാസപ്പെടുത്തുന്നതാണെന്നാണ് പറയുന്നത്. അതിൽ ക്ലോസ്ട്രോഫോബിയയുടെ അംശങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുറിയിൽ അടച്ചിട്ട്, ഒരു ഇരുട്ട് ഉള്ള ഒരു മുറിയിൽ അടച്ചിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയത്തെയാണ് നമ്മൾ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോവലിൽ നമുക്ക് ക്ലോസ്ട്രോഫോബിയയുടെ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. Her heroines are timid and adventurous. Lyndall dies after childbirth. Bertie meets a fate worse than death. Rebecca daydreams. അപ്പോൾ അവരുടെ നായികമാർ പലപ്പോഴും ഭീരുക്കളും സാഹസികത ഇല്ലാത്തവരുമാണെന്നാണ് പറയുന്നത്. ലിൻഡൽ പ്രസവത്തോടെ മരിക്കുന്നുണ്ട്. ബ്രെറ്റി മരണത്തെക്കാളും ഭയാനകമായിട്ടുള്ള ഒരു അന്ത്യം നേരിടുന്നുണ്ട്. റബേക്ക
ദിവാസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചുറ്റുപാടുകളോട് പോരാടാൻ തയ്യാറല്ലാത്തവരുമായി പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. As a South African and as a woman, Schreiner was writing out of a double colonialism. അപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കൻ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും ഷ്രൈനർ 2 തരം കൊളോണിയലിസത്തിൽ നിന്നുകൊണ്ടാണ് എഴുതിയത് എന്നാണ് പറയുന്നത്. ദ അൺസെലിബ്രേറ്റഡ് ലാൻഡ്സ്കേപ്പ് ഷീ വാസ് ട്രൈങ് ടു റെക്കോർഡ് were both the barren Karoo semi-desert region of South Africa and the claustrophobic inner landscape of the New Woman. അപ്പോൾ നമ്മുടെ ഷ്രൈനർ വിവരിക്കാൻ ആഗ്രഹിച്ച പ്രകൃതികളെ ഒന്ന് സൗത്ത് ആഫ്രിക്കയിലെ മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളായിട്ടുള്ള കാരു എന്ന് വിളിക്കപ്പെടുന്നവയാണെന്നാണ് പറയുന്നത്. മറ്റേത് പുതിയ സ്ത്രീയുടെ ക്ലോസ്ട്രോഫോബിക് പ്രകൃതിയാണെന്നാണ് പറയുന്നത്. The authenticity of her struggle touched readers, especially women readers, and awakened their deepest selves. അതായത് അവരുടെ പരിശ്രമങ്ങൾ വായനക്കാരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അംഗീകരിച്ചിട്ടുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. Okay. These qualities made Schreiner important for other women writers. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ പലതും സാധാരണ സ്ത്രീകളുടെ ഉള്ളിൽ തട്ടുന്നവയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഗുണങ്ങൾ ഷ്രൈനറെ മാതൃകയാക്കാൻ മറ്റ് സ്ത്രീ എഴുത്തുകാരെ പ്രേരിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോറിസ് ലെസി റിമെമ്പേർഡ് ആഫ്രിക്കൻ ഫാം ആസ് എ ഫസ്റ്റ് ബുക്ക് ഷി ഹാഡ് റീഡ്, ഇൻസ്റ്റിലിംഗ് ഇൻ ടു ഹെർ എ പാഷനേറ്റ് ഡിസയർ ഫോർ ഗ്രോത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഒരിക്കൽ ഡോറിസ് ലെസ്സിങ് പറയുന്നുണ്ട് അവൾ വായിച്ച ആദ്യത്തെ പുസ്തകം ആഫ്രിക്കൻ ഫാം ആയിരുന്നു എന്ന്. അത് അവളിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വന്തം പുരോഗതിക്കുമേലുള്ള ഒരാഗ്രഹമൊക്കെ ഉടലെടുക്കാനൊക്കെ ഈ ഒരു ബുക്ക് വായിച്ചതിൽ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Like Olive Schreiner, Sarah Grant came from a silent culture and made herself a novelist through sheer force of her will. അപ്പോൾ ഒലിവ് ഷ്രൈനർ പോലെ തന്നെ സാറ ഗ്രാൻഡും ഒരു നിശബ്ദ സംസ്കാരത്തിൽ നിന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അവളുടെ മനഃശക്തി അവളെ ഒരു എഴുത്തുകാരിയാക്കി. അവർ തന്നേക്കാൾ അധികം പ്രായമുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചിരുന്നത്. ഷി ഹാഡ് മാരീഡ് ആൻ ഓൾഡർ മാൻ ആൻഡ് ഇൻ 1890 ഷീ ഡിവോഴ്സ്ഡ് ഹിം. അപ്പോൾ അവളെക്കാളും ഓൾഡർ ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുകയും 1890 അവർ വിവാഹം വേർപ്പെടുത്തുകയൊക്കെ ചെയ്തു, ഡിവോഴ്സ്ഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. She had a deprived childhood in Ireland and northern England and she created a new persona for herself in London. അപ്പോൾ അവളുടെ ബാല്യകാല ജീവിതം ദുരിതപൂർണമായിരുന്നു. അയർലൻഡിലും നോർത്തേൺ ഇംഗ്ലണ്ടിലുമായിരുന്നു അത് എന്നാണ് പറയുന്നത്. She saw herself as a great teacher and as a woman of genius. അപ്പോൾ പക്ഷേ ലണ്ടനിൽ വന്നപ്പോൾ അവരെ തന്നെ ഒരു പുതിയ സ്ത്രീയാക്കിയിട്ട് മാറ്റി എന്നാണ് പറയുന്നത്. തന്നെ ഒരു നല്ല ടീച്ചറായും ഒരു സ്ത്രീ പ്രതിഭയായും അവൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ ഗ്രാൻഡ് പറയുന്നുണ്ട്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.